അതായത് എൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് സാഗർ ഇലിയാസ് ജാക്കിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു അമേസിംഗ് കോസ്റ്റാർ ആണ്. ഇൻവോൾവ്മെന്റ് ഇൻ ദ പ്രോജക്റ്റ്, ഫൺ ആൻഡ് ജോക്സ് അങ്ങനത്തെ ഒരു സെറ്റ് അല്ല. സസ്പെൻസ് ഞാൻ പറയില്ല, പക്ഷെ ഒന്നിലധികം സർപ്രൈസ് എലിമെന്റ്സ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ലെന്ന് തോന്നുന്നു, കാരണം അത് ഭയങ്കര ഹിറ്റായിട്ടുണ്ട് ഗേൾസിന്റെ ഇടയിൽ മാത്രമല്ല ബോയ്സിന്റെ ഇടയിലും അതൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിലുള്ള ഒരു പ്രൊജക്റ്റിലൂടെ തുടങ്ങാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എനിക്ക് ആദ്യം കിട്ടിയ അക്സെപ്റ്റൻസ് ഡെഫിനറ്റ്ലി മിഷ്കിൻ സാറിൻ്റെയും ബാല സാറിൻ്റെ തന്നെയായിരുന്നു. പിശാച എന്ന സിനിമയിലൂടെ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ പ്രയാഗ മാർട്ടിനാണ് ഇന്ന് നമ്മുടെ അതിഥി. ഹായ് പ്രയാഗ. ഹായ്. പ്രയാഗ എന്നുള്ള പേര് തന്നെ ഒരു റെയർ ആണല്ലോ, എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് എത്തപ്പെട്ടത്? പേരിൻ്റെ ക്രെഡിറ്റ്സ് അമ്മയ്ക്ക് തന്നെ കൊടുക്കണം. അമ്മയാണ് പേര് സെലക്ട് ചെയ്തത്. ഈ പേരിനൊരു അർത്ഥമുണ്ട്. അലഹബാദ് എന്ന സ്ഥലത്തിൻ്റെ ഫോമർ നെയിമാണ് പ്രയാഗ. പിന്നെ പ്രയാഗ ത്രിവേണി സംഗമം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ 3 റിവേഴ്സ് മീറ്റ് ചെയ്യുന്ന ആ കോൺഫ്ലുവൻസ് പോയിന്റ് ആണ് പ്രയാഗ എന്ന് പറയുന്നത്. റിവർ ഓഫ് ലവ് ആണ് അതിൻ്റെ വേറൊരു അർത്ഥം. ഇപ്പം ഫസ്റ്റ് മൂവി മലയാളം മൂവി ഒരു മുറൈ വന്ന് പാർത്തായ റിലീസിന് ഒരുങ്ങുന്നു. എന്താണ് ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ അഭിനയിക്കാൻ പറ്റിയതും. പിന്നെ ഒരു ഫൺ സെറ്റായിരുന്നു. എന്താ പറയുക, നല്ല ആഘോഷിച്ചാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തതൊക്കെ. ഒരു വലിയ താരനിര തന്നെ ഉണ്ട്. ഒരു മുറൈ വന്ന് പാർത്തായല് ഉണ്ണി ആണ് ലീഡ് ചെയ്യണത്. ഉണ്ണി കൂടാതെ സനൂഷ ഇതിനകത്ത് ഒരു ഇന്റഗ്രൽ റോള് ഇമ്പോർട്ടൻറ്റ് പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. അതല്ലാതെ സീനിയർ ആർട്ടിസ്റ്റ് ആണ് കൂടുതലും ഉള്ളത്. അപ്പോൾ എനിക്ക് അവരൊക്കെ ആയിട്ട് കുറേ ഇപ്പം പേര് പറയുകയാണെങ്കിൽ ബിന്ദു പണിക്കർ, ബിന്ദു ചേച്ചി, സുരാജ് ഏട്ടൻ, ബിജുക്കുട്ടൻ ചേട്ടൻ, പ്രശാന്ത് ഏട്ടൻ, സുധി ഏട്ടൻ, കൊച്ചുപ്രേമൻ ചേട്ടൻ, നാരായണൻകുട്ടി ചേട്ടൻ, അങ്ങനെയുണ്ട് കുറേ ഒരു താരനിര തന്നെ ഉണ്ട്. അജു വർഗീസ്, അജു ചേട്ടനുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒട്ടുമിക്ക പേരായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അതായത് തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ആദ്യം ചെയ്യുന്ന സിനിമയിൽ തന്നെ ഇത്രയും സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷമുണ്ട്. സാജൻ കെ മാത്യു എന്ന സംവിധായകനെ കുറിച്ചിട്ട് പുള്ളി എങ്ങനെ കംഫർട്ടബിൾ ആണോ? സാജൻ ചേട്ടൻ പിന്നെ തീർച്ചയായും സാജൻ ചേട്ടൻ ഡെബ്യൂട്ടൻ ഡയറക്ടറാണ്. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ തോന്നിയില്ല. ഐ തിങ്ക് ഈസ് എ ബ്രില്യൻ ഡയറക്ടർ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് അഭിലാഷ് ശ്രീധരനാണ്. അഭിലാഷ് ചേട്ടൻ്റെ എന്താ പറയുക, രചനയിൽ വിരിഞ്ഞ കഥാപാത്രമാണ് പാർവതി. അങ്ങനെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഇതിൻ്റെ ഷൂട്ട് മൊത്തമായി നടന്നതും പാലക്കാടാണ്. പാലക്കാട്, കൊല്ലങ്കോട്, ആ ഒരു ബെൽറ്റ്, ആ ഒരു സ്ഥലങ്ങളിലാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഉണ്ണി മുകുന്ദനും സനൂഷയും തമ്മിലുള്ള ഒരു മെയിൻ ക്യാരക്ടറിനെ കുറിച്ച് പറയാമോ? ഇതിൽ ഈ സ്റ്റോറിയിൽ 3 പേർക്കും അവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഉണ്ണി പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് പ്രകാശൻ, സനൂഷ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് അശ്വതി, ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് പാർവതി. പ്രകാശന്റെയും അശ്വതിയുടെയും പാർവതിയുടെയും ജീവിതങ്ങളിൽ നടക്കുന്ന ഒരു സംഭവവികാസങ്ങളാണ്. അതെ, കറക്റ്റ്. അതാണ് ഒരു മുറൈ വന്ന് പാർത്തായല്. ഇതിനകത്തൊരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? സസ്പെൻസ് ഞാൻ പറയില്ല, പക്ഷെ ഒന്നിലധികം സർപ്രൈസ് എലിമെന്റ്സ് ഉണ്ട് ഈ മൂവിയിൽ. അപ്പോൾ അത് ഞാൻ പേർപ്പസ്ഫുള്ളി അത് റിവീൽ ചെയ്യാത്തതാണ്. സർപ്രൈസ് എലിമെന്റ്സ് ഒക്കെ ഞാൻ പറയുന്നതിനേക്കാളും ആര് പറയുന്നതിനേക്കാളും അത് കാണുമ്പോഴാണ് അതിന്റെ രസമുള്ളത്. ഈ ഉണ്ണിയുടെ പുതിയ ഗെറ്റപ്പ്, താടിയൊക്കെ വെച്ചിട്ട് അതിനെക്കുറിച്ച് എന്താ പറയുക? അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ലെന്ന് തോന്നുന്നു, കാരണം അത് ഭയങ്കര ഹിറ്റായിട്ടുണ്ട് ഗേൾസിന്റെ ഇടയിൽ മാത്രമല്ല ബോയ്സിന്റെ ഇടയിലും അതൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുണ്ട്. പലരും അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ ഇത് വരുമ്പോഴും ഓരോരുത്തരും ഓരോ അനുകരിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ഉണ്ണിയുടെ ആ ഒരു ലുക്ക് കാണാൻ ഒരു നല്ല, എനിക്ക് തോന്നുന്നു ഇതുവരെ മലയാളം കാണാത്ത ഒരു ലുക്കാണ് ഇത്. ആൻഡ് ഐ പേഴ്സണലി തിങ്ക് ഇറ്റ് സൂട്ട്സ് ഹിം വെരി വെൽ. നാടൻ ഒരു പരിവേഷത്തിലും രൂപത്തിലും ഭാവത്തിലും ആണ് ഉണ്ണി വരുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഞാൻ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, അമേസിങ് ടാലന്റ് ആണ് ഉണ്ണിക്കുള്ളത്. പിന്നെ ഉള്ളിൽ നിന്ന് കുറേ എനിക്ക് പഠിക്കാനും സാധിച്ചിരുന്നു. ഒരു അമേസിങ് കോസ്റ്റാർ ആണ്. ഇൻവോൾവ്മെന്റ് ഇൻ ദ പ്രോജക്റ്റ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ ഇൻവോൾവ്മെന്റും ഡെഡിക്കേറ്റഡ് ആണ് ആള്. അപ്പം അങ്ങനെ, അപ്പോൾ ഐ തിങ്ക് ദിസ് ഷുഡ് ഗിവ് ഹിം എ
nice feedback about his performance. അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം മഴയേ എൻ കനവിൽ അവളറിയാതെ. സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ കുഞ്ഞിലേ തൊട്ട് സിനിമ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു. എപ്പോഴും അതിൻ്റെ ഗ്ലിറ്റ്സും ഗ്ലാമറും എല്ലാം ഫാസിനേറ്റ് ചെയ്തൊരു ഘടകം തന്നെയായിരുന്നു. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് സിനിമയോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താ പറയുക, സിനിമയെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് ഒരു പക്ഷേ പിശാസ് എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവിയാണ്. ഫസ്റ്റ് തമിഴ് മൂവി. പിശാസിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ്? അത് ഈ മലയാളവും തമിഴുമായിട്ടുള്ള ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്, വ്യത്യാസമുണ്ട്. എത്രയും വലിയ ഡയറക്ടറാണ് തമിഴില്. തീർച്ചയായിട്ടും. പുള്ളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? മിഷ്കിൻ സർ ആണ് അതിന്റെ ഡയറക്ടർ, ബാല സർ ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ, നാഷണൽ അവാർഡ് വിന്നർ. അപ്പോൾ അവർ രണ്ടുപേരുടെയും കോമ്പിനേഷനിലുള്ള ഒരു പ്രൊജക്റ്റിലൂടെ തുടങ്ങാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. സെൻട്രൽ തീം ക്യാരക്ടറാണ്. അപ്പോൾ അതിലെ ഹീറോയിൻ ആയിരുന്നു. പിന്നെ സ്ക്രീൻ സ്പേസ്, അതായത് ഞാനായിട്ട് വരുന്ന സ്ക്രീൻ സ്പേസ്, സ്ക്രീൻ ഡ്യൂറേഷൻ വളരെ കുറവായിരുന്നു. അല്ലാതെ ഞാൻ തന്നെയാണ്, ഡ്യൂപ്പില്ലാതെ തന്നെയാണ്, അല്ലാത്ത അതിൻ്റെ ഗോസ്ലി അപ്പിയറൻസിൽ വരുന്നതും ഞാൻ തന്നെയാണ്. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ സിനിമ തുടങ്ങുന്നത്, അതായത് എൻ്റെ ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ സാഗർ ഇലിയാസ് ജാക്കിയിലാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത്. ഇല്ല, ഞാൻ അത് അതിന് അഭിനയിക്കാൻ പോയതുപോലെയല്ല. അത് ഞങ്ങള് എന്താ പറയാ, വളരെ ഫണ്ണായിട്ട് പേരിന് വേണ്ടി വെറുതെ ഒരു ഇതിന് ചെയ്ത മൂവിയാണ് സാഗർ ഇലിയാസ് ജാക്കി. ഞാൻ 7th പഠിക്കുമ്പോൾ ചെയ്ത മൂവിയാണ് സാഗർ ഇലിയാസ് ജാക്കി. ഈ പിശാച് എന്ന തമിഴ് സിനിമയിലേക്ക് എത്തപ്പെടാനുള്ള കാരണം, അതിലേക്ക് എങ്ങനെ നമ്മൾ പ്രേക്ഷകനെ കണ്ടുമുട്ടി? ഈ പറഞ്ഞ പോലെ ഞാൻ എന്താ പറയുക, ആഡ്സ് ചെയ്യായിരുന്നു, പ്രിന്റ് ആഡ്സ്, മോഡലിംഗ് എല്ലാം ചെയ്യായിരുന്നു, മോഷൻ ആഡ്സും ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, 11th പഠിക്കുമ്പോഴാണ് മനോരമ വനിത മാഗസീൻ്റെ കവർ ഗേൾ കോൺടെസ്റ്റ് വിൻ ചെയ്തിട്ട് വരുന്നത്. അതിനുശേഷമാണ് എനിക്ക് ഓഫേഴ്സ് വരാൻ തുടങ്ങിയത്. പക്ഷേ സയൻസ് എടുത്തിരുന്നതുകൊണ്ട് 11th 12th ഒന്നും ഒരു ഓഫറും ടേക്കപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതിനുശേഷമാണ് പിന്നെ പിശാസ് ചെയ്തത്. എനിക്ക് ആദ്യം കിട്ടിയ അക്സെപ്റ്റൻസ് ഡെഫിനറ്റ്ലി മിഷ്കിൻ സാറിൻ്റെയും ബാല സാറിൻ്റെയും തന്നെയായിരുന്നു. അതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഭവാനി എന്നുള്ള കഥാപാത്രമാണ്. അതിൻ്റെ പേര് ഭവാനി എന്നാണ് കഥാപാത്രത്തിൻ്റെ. അപ്പോൾ എനിക്ക് ആസ് എ ന്യൂ കമർ, ആസ് എൻ ആക്ടർ വളരെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിരുന്നു. ഡയലോഗ്സ് ഇല്ല, പെർഫോമൻസ് ആസ് ഇൻ ഇങ്ങനെ റിയൽ സെൽഫിൽ പെർഫോമൻസ് ഇല്ലെങ്കിൽ പോലും ഗോസ്ലി അപ്പിയറൻസിൽ 80 feet ഹൈറ്റിന്ന് എന്താ പറയുക, ആണസൊക്കെ ഇട്ട് നമ്മൾ ഇത് ചെയ്യേണ്ട അഡ്വെഞ്ചറസ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോമസോൾട്ട് ചെയ്യുക, മോളിൽ നിന്ന് റോപ്പ് ഇട്ട് കെട്ടി തൂക്കിയിട്ട് റോപ്പ് സീൻസ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഹോങ്കോങ്ങിൽ നിന്ന് ഉള്ള ആൾക്കാരായിരുന്നു വന്നിരുന്നത് ഇതൊക്കെ പഠിപ്പിച്ചു തരാനും ഒക്കെ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ, കാരണം മിഷ്കിൻ സർ വളരെയധികം ഇൻസിസ്റ്റന്റ് ആയിരുന്നു. ഹാർഡ് വർക്ക് മാത്രമല്ല, ഡ്യൂപ്പില്ലാതെ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ അഡ്വെഞ്ചറസ് ആയിരുന്നു. ഞാൻ അങ്ങനെ ഉള്ള എന്താ പറയാ, ഊഞ്ഞാലാടുക, സൈക്കിൾ ചവിട്ടുക എന്നൊക്കെ, അതിൽ കൂടുതലുള്ള അഡ്വെഞ്ചറിനൊന്നും പോയിട്ടില്ല. അപ്പൊ ഹൈറ്റ്സ് വലിയ പേടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. ആ പേടി അങ്ങ് മാറിക്കിട്ടി എനിക്ക്. അപ്പൊ അങ്ങനെ കുറെ അധികം അഡ്വെഞ്ചറസ് ആയിരുന്നു. ബട്ട് മിഷ്കിൻ സാറിന്റെ സെറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഫൺ ആൻഡ് ജോക്സ് അങ്ങനത്തെ ഒരു സെറ്റ് അല്ല. എപ്പോഴും നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻ, ഒത്തിരി അധികം ക്വാളിറ്റീസ് അല്ലെങ്കിൽ കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാനുണ്ട്. ആസ് എ ആക്ടർ മാത്രമല്ല, ആസ് എ പേഴ്സൺ മിഷ്കിൻ സാർ നമ്മളെ ഗ്രൂം ചെയ്യും. അങ്ങനെ ഒരു ഗ്രൂമിങ് കിട്ടിയിട്ടുണ്ട്. അത് മലയാളം തമിഴും വരുമ്പോൾ ഒരു വ്യത്യാസം എങ്ങനെയാ വരുന്നത്? ഒരു മുறை പാർത്തായ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് തന്നെ
അതിലെ സ്റ്റോറി കഥ തന്നെ ചിലപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, കഥയനുസരിച്ചായിരിക്കും നമ്മൾ ആ സെറ്റിലെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടേഴ്സ് തമ്മിലുള്ള ഇക്വേഷൻസും എന്താ പറയുക ഇതൊക്കെ ബന്ധവും അനുസരിച്ചിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും ഉണ്ണിയാകട്ടെ, സനുഷ ഉണ്ടായിരുന്നു. സനുഷ ഞാൻ കോമ്പിനേഷൻ സീൻസ് വളരെ കുറവാണ്, എങ്കിലും സനുഷ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. പിന്നെ അതല്ലാതെ ബിന്ദു ചേച്ചി, ഈ പറഞ്ഞ എല്ലാവരുമായിട്ടും നല്ല എൻജോയ് ചെയ്താണ് ഒരു മുറേ വന്ന് പാർത്തായ ചെയ്തത്. എല്ലാവരും ഇതിപ്പോ ഞങ്ങൾ ആക്ടേഴ്സ് മാത്രമല്ല, ടെക്നീഷ്യൻസും. അതായത് ക്യാമറ ചെയ്തിരിക്കുന്നത് ധനേഷ് രവീന്ദ്രനാഥാണ്. അപ്പോൾ ഏട്ടൻ്റെ പുതിയ ഒട്ടുമിക്ക പേരുടെയും ഫസ്റ്റ് മൂവിയാണ്, എക്സെപ്റ്റ് ദ കാസ്റ്റ്. അത് ഇത് ഈ സിനിമ അല്ലാതെ വേറെ എന്താ ആക്ടിവിറ്റീസ് ഉള്ളത്? ഒരു ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള? ഞാൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസർ ആണ്. ഫ്രം ദി ഏജ് ഓഫ് 5 പഠിക്കുന്നുണ്ട് ഡാൻസ്. പക്ഷെ ഇപ്പൊ കുറച്ചൊരു ബ്രേക്ക് ആയി. എന്നാലും ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മോഹിനിയാട്ടത്തിലാണ്. ഒരു ഡാൻസർ എന്നുള്ള നിലയിലാണോ അതോ അഭിനേതാവ് എന്നുള്ള നിലയിലാണോ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡാൻസ് ഞാൻ വളരെയധികം സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. അതായത് പ്രൊഫഷൻ ഒരു കരിയർ ആക്കാനോ എനിക്ക് ഡാൻസ് ഞാൻ ഇന്നേ വരെ ഇപ്പം വരെ കണ്ടിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ അതിന് പോസിബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇപ്പോൾ ആക്ടിങ്ങിലാണ് മെയിൻ ഫോക്കസ് കൊടുക്കുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും. ഈ പഠിത്തവും ഈ അഭിനയം തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ സെൻട്രൽ സാസിൽ, എറണാകുളം സെൻട്രൽ സാസിലെ സെക്കൻഡ് ഇയർ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് പഠിക്കുന്നു. എൻ്റെ സബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇസ് വെരി കോംപ്ലിമെൻ്ററി ടു ആക്ടിങ് അല്ലെങ്കിൽ എൻ്റെ വർക്ക്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടിങ് ആൻഡ് ഇത് ഭയങ്കര കോംപ്ലിമെൻ്ററി ആണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പേരൻസിൻ്റെ സപ്പോർട്ട് എന്തുമാത്രമുണ്ട് അഭിനയത്തിന്? 100% സപ്പോർട്ടാണ്. അപ്പയമ്മയും. അമ്മയാണോ കൂടുതൽ സപ്പോർട്ട്, അപ്പയാണോ? രണ്ടുപേരും. ബിക്കോസ് അവർക്ക് ഞാൻ എന്താ പറയുക, എന്ത് ഞാൻ തിരഞ്ഞെടുക്കുന്നു അതിൽ എന്താ നേർമയോടും ഇതോട് നന്നായിട്ട് ചെയ്യുക, എക്സൽ ചെയ്യുക, ഇത്രമാത്രമേ അവരെന്നോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവരുടെ കൺസെൻറ്റും അവരുടെ സപ്പോർട്ടും സ്നേഹവും സഹകരണവും എല്ലാം എനിക്ക് കിട്ടാറുണ്ട്. അപ്പം അതൊരു ഭാഗ്യമാണ്. പുതിയ പ്രൊജക്റ്റ് ഏതൊക്കെ? പുതിയ പ്രൊജക്റ്റ് ഇപ്പോൾ ചെയ്യുന്നത് ഒരേ മുഖം എന്ന് പറഞ്ഞ്, ഡയറക്റ്റഡ് ബൈ സജിത് ജഗനന്ദൻ. അതിൽ ധ്യാനാണ്, അജു ചേട്ടനുണ്ട്. പിന്നെ അങ്ങനെ ഒരു കുറച്ചൊരു ലോങ് കാസ്റ്റ് ഇതുണ്ട്. ദീപക്, അർജുൻ, യാസിർ, യങ്സ്റ്റേഴ്സ്. പിന്നെ ഗായത്രി സുരേഷ്, അങ്ങനെയുള്ള ഒരുപാട്. അതെ, ഇതൊരു 80s നടക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് ഒരു മൂവിയാണല്ലോ വരുന്നത്. അതെ, 80s ക്യാമ്പസ് സ്റ്റോറി കഴിഞ്ഞു. ഇനി ഒരു സോങ് ഷൂട്ടും കൂടി ഉണ്ട്. ഒരു മുറൈ വന്ന് പാർത്ത എന്ന സിനിമ 27-ാം തീയതി റിലീസിന് ഒരുങ്ങുവാണല്ലോ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരു മുറൈ വന്ന് പാർത്ത ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ 100% ഇട്ട് മാത്രമല്ല ആഘോഷിച്ച് ചെയ്തൊരു സിനിമയാണ് ഒരു മുറൈ വന്ന് പാർത്തായ. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ ലേറ്റ് 1990s അല്ലെങ്കിൽ 2000-ലേക്ക് സിനിമകൾ ഇപ്പോൾ കണ്ടാൽ നമുക്കൊരു നൊസ്റ്റാൾജിയ തോന്നാറുണ്ട്. ആ സെയിം ഒരു നൊസ്റ്റാൾജിയ റീക്രിയേറ്റ് ചെയ്യാൻ ഇതിൻ്റെ സ്റ്റോറിയും ഞങ്ങളും എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അത് പ്രേക്ഷകരിൽ റീച്ച് ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റോറി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി അധികം സർപ്രൈസ് എലിമെൻറ്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. എന്തായാലും എനിക്ക് ഒരു കാര്യമേ ഉറപ്പ് പറയാനുള്ളൂ, എല്ലാവർക്കും ഈ സിനിമ പോയി കാണാം. ഇത് നിങ്ങളെ തീർച്ചയായിട്ടും എൻ്റർടൈൻ ചെയ്യും. മാത്രമല്ല എന്താ പറയുക, ഒരു നല്ല സിനിമ കണ്ട ഫീല് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. ഷറഫും സിജുവും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ക്യാരക്ടർ എനിക്ക് കൂടുതലും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ്. പ്രേമത്തിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് സംസാരിച്ചു. പിന്നെ സിജു പറഞ്ഞു നല്ല ക്യാരക്ടറാണ്, അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ പ്രേമത്തിൽ എനിക്ക് വെയിറ്റ് 80 കിലോ ഉണ്ടായിരുന്നു.